ഹായ് മക്കളെ, അനുമോദ് സാറാണ്. നമ്മുടെ ഡേ 3 20 ഡേയ്സ് ചാലഞ്ചിന്റെ 3ാമത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുത്ത 5 ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ MS സൊല്യൂഷൻ, ഇനി വേറെ എന്ത് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ ആ 5 ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ദിവസവും നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ 5 ചോദ്യം ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ 100 ചോദ്യമായി കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത് ഒന്നാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്, ത്രികോണമിതിയിൽ നിന്ന്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗിവൺ പാരലോഗ്രാം. തന്നിരിക്കുന്ന ആ പാരലോഗ്രത്തിന്റെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എ എന്ന് പറഞ്ഞൊരു ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്, AB 10 തന്നിട്ടുണ്ട്, AD എത്ര തന്നിട്ടുണ്ട്, AD 8 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി തരും നമുക്ക്, സൈൻ 50 എന്ന് പറഞ്ഞാൽ എടാ 0.77 ആണ്. ഓക്കെ, 0.77 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഓക്കെ, നോക്കിക്കോ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കാണണം. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കാണണം, H. കാരണം ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് BH. സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് BH ആണ്. അപ്പോൾ ബേസ് ഇവിടെ 10 ഉണ്ട്, H നമ്മൾ എന്ത് കാണടാ, H നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാ ചെയ്യാം നോക്കിക്കോ, എങ്ങനെ ചെയ്യും? ഇവിടെ ശ്രദ്ധിച്ചോളുക, സൈൻ 50 എന്ന് പറയുമ്പോൾ H/8 എന്ന് കിട്ടും. H/8 അങ്ങനെയാണെങ്കിൽ H is equal to 8 into sin 50. 8 into sin 50 that is equal to 8 into 0.77 6.16 എന്ന് കിട്ടും. ഓക്കെ, 856 ബാക്കി 5, 856 5 61 6.16 എന്നുള്ളത് എന്ത് കിട്ടി? H കിട്ടി. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH ആണടാ, ബേസ് 10 ആണ്, H നമുക്ക് കിട്ടിയത് 6.16 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 61.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. 61.6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒന്ന് കാര്യം, നമ്മൾ എങ്ങനെയാണ് സൈന് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുക. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ്? BH ആണ്. സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? BH ആണ്. സോ ആൻസർ ഈസ് 61.6. ഓക്കെ, ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കോർഡിനേറ്റ്സ് എന്നാണ്. കോർഡിനേറ്റ് സൂചക സംഖ്യകളിൽ നിന്നാണ്. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് A and B in the picture. Center of the circle is origin. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സെൻറ്റർ O കൊടുത്തു കഴിഞ്ഞാൽ OA 2 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ OA എന്ന് പറയുന്നത് സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്, ആരമാണടാ നമുക്ക് 2 എന്ന് തന്നത്. അവിടെയുള്ള ആംഗിൾ 30യും പിന്നെ ആ എൻ്റെയും ബിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് എയും കിട്ടണം ബിയും കിട്ടണം. എ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഞാൻ M എന്നൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ OM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ആ അകലമാണ് എന്ത്? നമ്മുടെ X. എയുടെ X അതും AM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? അതിൻ്റെ വൈയും. അപ്പോൾ ഇത് 30 90 ആണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ അളവ് 60 ആണ്. അവിടുന്ന് നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചിട്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? ഒരു N കൊടുക്കുക, അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ON എന്ന് പറയുന്ന അകലമാണ്, ON എന്ന് പറയുന്ന അകലമാണ് എന്ത്? X. BN എന്ന് പറയുന്നതാണ് എന്ത്? Y. ഇനി നമ്മളിത് കാണുക, OM ഉം AM ഒക്കെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കോ, OM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ 30 90 60 ഫോമാണ്. ഇവിടെ അങ്ങനെ തന്നെ 30 60 90 ഫോമാണ്. 30ന് ഓപ്പോസിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, 60ന് ഓപ്പോസിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ 90ന് ഓപ്പോസിറ്റ് 2 തന്നിട്ടുണ്ട്. 90ന് ഓപ്പോസിറ്റ് എത്ര തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ N-ന്റെ 90ന് ഓപ്പോസിറ്റ് 2 തന്നെ. കാരണം എന്താ? അത് വൃത്തത്തിന്റെ ആരമാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താ? നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 90ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് 1 ആണ്. കാരണം 30 60 90 വരുമ്പോൾ നമ്മുടെ അംശബന്ധം റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. 1:√3:2 ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് 90ന് ഓപ്പോസിറ്റ് 2 തന്നെയാണെങ്കിൽ 1ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, √3ന് ഓപ്പോസിറ്റ് √3 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ അളവും √3. അപ്പോൾ എയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയടാ, A √3 1 എന്നാ വരും.
എ എന്താ വരിക √3 ഇനി ബി എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയോ 90 ഓപ്പോസിറ്റ് 2 അല്ലേ അങ്ങനെയാണെങ്കിൽ 30 ഓപ്പോസിറ്റ് എന്താ വരിക 90 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് എന്താ വരിക 30 ഓപ്പോസിറ്റ് 1 ആണ് വരിക 1 30 ഓപ്പോസിറ്റ് എന്താണ് വരിക 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും -1 എന്ന് കൊടുക്കും. കാരണം എന്താ 0 ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, അത് നമുക്ക് എന്ത് കൊടുക്കാം -1 എന്ന് കൊടുക്കാം. 60 ഓപ്പോസിറ്റ് √3 ആയിരിക്കും. അങ്ങനെയാണ് ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1 √3. ബിയുടെ കോർഡിനേറ്റ് എന്താ -1 √3. ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്ക് ചോദിക്കാം? 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാം. അപ്പോൾ ആ രീതിക്ക് പഠിച്ചുകൂടാം. ഓക്കെ. മൂന്നാമത്തെ എന്താ ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളും കണ്ടെത്താനാണ് ചോദ്യം. ചുവടെയുള്ള ചിത്രത്തിലെ എല്ലാ കോണുകളും കണ്ടെത്തുക. ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കണക്കാക്കുക. ഓക്കെ, ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 120 തന്നു കഴിഞ്ഞാൽ 120 നേരെ ഓപ്പോസിറ്റ് എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത്. ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. 120 ഓപ്പോസിറ്റ് ഇവിടെ 60 ആയിരിക്കും. 120 ഓപ്പോസിറ്റ് 60 ആയിരിക്കും. 130 ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 50 ആയിരിക്കും. കാരണം എന്താ? അത് രണ്ടും കൂടി കൂട്ടിയാലടാ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ 120ഉം 60ഉം 130ഉം 50ഉം. അപ്പോൾ 60ഉം 50ഉം 110ഉം കഴിച്ച് ബാക്കി 70 ഡിഗ്രി. അപ്പോൾ ആംഗിൾസ് വരിക 60, 70, 50 ആണ്. 60, 70, 50 എന്നുള്ളതാണ് നമ്മുടെ കോണളവ്. 60, 70, 50 എന്നുള്ളതാണ് നമ്മുടെ കോണളവ്. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 300? ഏതാണടാ ചാപ്റ്റർ പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻ ആണ് ചാപ്റ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 300? 1 മുതൽ എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ തുക 300 കിട്ടും എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്നു. n × n+1/2 = 300. അപ്പോൾ n × n+1 എന്തായി? 600 ആയി. എങ്ങനെയാണ് 600 ആകുന്നത്? 2 അങ്ങോട്ട് പോകുമ്പോൾ 2 × 300 600 ആണ്. 300 × 2 നമുക്ക് എന്ത് കിട്ടി? 600 കിട്ടിയടാ. 600 കിട്ടി. ഇനി n × n n² + n × 1 n ദാറ്റ് ഈസ് ഈക്വൽ ടു 600. ഇതിനെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. n² + n - 600 ഈസ് ഈക്വൽ ടു 0. n² + n - 600 ഈസ് ഈക്വൽ ടു എന്ത് എന്ന് വന്ന്? 0 എന്ന് വന്ന്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാം? a = 1, b = 1, c = -600. അങ്ങനെയാണെങ്കിൽ b² - 4ac = 1² - 4 × 1 × -600. ആൻസർ എത്ര കിട്ടുക? b² - 4ac നമുക്ക് എത്ര കിട്ടി? b² - 4ac = 1 + 2400 2401 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ ഇക്വേഷനിലേക്ക് പോകുന്നു. x = -b ± -b ±√b² - 4ac/2a. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? -b എന്ന് പറഞ്ഞാൽ എത്രയാ? -b -1 ±1 +-2401/2 × 1 ദാറ്റ് ഈസ് -1 ± 49/2. അപ്പോൾ രണ്ട് കേസുകൾ വരാം. എക്സിന് നമുക്ക് എങ്ങനെ എഴുതാടാ? -1 +49/2 അല്ലെങ്കിൽ x = -1 -49/2. അപ്പോൾ എക്സിൻ്റെ വില -1 + 49 എന്ന് പറഞ്ഞാൽ 48 ആണ്. 48/2 24 ആണ്. 48/2 എത്രയാണ്? 24 ആണ്. അതേപോലെ x = -50/2 -25 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ എന്ത് മാത്രമേ എടുക്കൂടാ? നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എടുക്കൂ. അതുകൊണ്ട് n-ന്റെ വില 24. n-ന്റെ വില എന്താ? 24 എന്ന് കിട്ടി. നമ്മുടെ നാലാമത്തെ ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം നിർമ്മിക്കാനാണ് നമ്മുടെ ചോദ്യം. 15 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, എന്ത് നിർമ്മിക്കാൻ? ഒരു ചതുരം നിർമ്മിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ് 4 മാർക്കിന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ചോദ്യം കാണാം. ഓക്കെ, അങ്ങനെ വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 15 സ്ക്വയർ സെന്റിമീറ്റർ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു സൈഡ് √15.
ഈ 15 സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന റെക്റ്റാങ്കിളെ പറ്റി നമ്മൾ ആലോചിക്കുക. അങ്ങനെ വരുമ്പോൾ 3ഉം 5ഉം വെച്ച് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചാൽ 3ഉം 5ഉം വെച്ച് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചാൽ അതെന്തായിരിക്കും? അത് 3, 5 റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. 3ഉം 5ഉം വന്നാൽ അത് അതിൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ 5ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 3 സെൻറ്റിമീറ്റർ നമ്മളിവിടെ കൂട്ടി വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ നമ്മളിവിടെ കൂട്ടി വരച്ചു. അപ്പോൾ ടോട്ടൽ എത്രയായി? 8ആയി. ആ 8ൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? സെമി സർക്കിൾ വരയ്ക്കുന്നു. ആ 8ൽ നമ്മൾ എന്ത് വരയ്ക്കണം? സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അവിടെ നമ്മളിങ്ങനെ ഒരു സെമി സർക്കിൾ വരച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത പരിപാടിയുടെ നമ്മൾ ഇതിനെ നേരെ നീട്ടി വരയ്ക്കുന്നു. ഇവിടെ കൊള്ളിക്കുന്നു. ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നമ്മളൊരു ആർക്ക് ഇട്ടിട്ട് നമ്മളിതിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇതേ ഡിസ്റ്റൻസിൽ ഇവിടെ രണ്ടിടത്തിൽ ആർക്ക് ഇടുക, 2 സൈഡിൽ നിന്ന്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അങ്ങനെ കിട്ടുന്നത് ഇത് 5ഉം 3 ആണേടാ. ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് 15 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? റൂട്ട് 15 ആയിരിക്കും. ഓക്കെ, റൂട്ട് 15 എന്ന് കിട്ടും. ഈ സൈഡ് റൂട്ട് 15 കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടുക 15 ആയിരിക്കും. ഏരിയ കിട്ടുക 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ചിത്രം. ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. 5ഉം 3ഉം എന്ത് വരയ്ക്കുക? റെക്റ്റാങ്കിൾ വരയ്ക്കുക. 5ഉം 3ഉം റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനെന്ത് ചെയ്യുക? 3 നീട്ടി വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ ഇവിടെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് 5, 3, 8ൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? സെമി സർക്കിൾ വരയ്ക്കുന്നു. സെമി സർക്കിൾ വരച്ചിട്ട് ഇതിനെ നമ്മളിവിടെ ടച്ച് ചെയ്യിക്കുന്നു. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുന്നു. 2 സൈഡിലും ജോയിൻ ചെയ്ത് അവിടെ എന്തുണ്ടാക്കുന്നു? സ്ക്വയർ ഉണ്ടാക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 5 ചോദ്യം ഇതാണ്. നമ്മുടെ RMS ബാച്ചിനെ പറ്റി വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവിധ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ RMS ബാച്ച് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ? എത്രയും പെട്ടെന്ന്, ഇനിയും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം നാളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 5 ചോദ്യങ്ങളായിട്ട് കാണാം. മക്കൾ എന്ത് ചെയ്യുക? ചോദ്യമൊക്കെ ചെയ്ത് പഠിക്കുക കൃത്യമായിട്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കൂടെ ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ താങ്ക് യു.